we have been talking about the different geometries. Let's say of complexes with a different coordination numbers. Coordination number 2 ആകുമ്പോൾ ലീനിയർ ആണ്, 3 ട്രയാഗണൽ പ്ലാനർ ആണ്, 4 ടെട്രാഹെഡ്രൽ സ്ക്വയർ പ്ലാനർ ആണ്, 5 ആകുമ്പോൾ ട്രയാഗണൽ ബൈ പിരമിഡോ സ്ക്വയർ പിരമിഡോ ആണ്. അതുവരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Now we come to the coordination number 6. You can see 6 is the most common coordination number, and 6 also have different shapes, and the most common shape of 6 coordinate complexes നമുക്കറിയാം, it's a octahedral. കൂടുതൽ 6 coordinate complexes octahedral ആണ്. Common complexes like ഇതൊക്കെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് ആണ്. ഒക്ടാഹെഡ്രൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താണ്? yes, 2 ligands along x-axis, 2 along y-axis and 2 along z-axis. There is no distinction between axial and പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ വരയ്ക്കുമ്പോൾ ട്രയാഗണൽ ബൈപിരമിഡൊക്കെ ആണെങ്കിൽ ആക്സിയൽ വേറെ ഇക്വിറ്റോറിയൽ രണ്ടാണ്. പക്ഷെ ഇവിടെ അങ്ങനെയില്ല, 6 ഒരേപോലെയാണ്, യാതൊരു വ്യത്യാസമില്ല. നമ്മൾ വരയ്ക്കാൻ സൗകര്യത്തിന് വേണ്ടി അങ്ങനെ വരയ്ക്കും. 4 ഒരു പ്ലെയിനിൽ, ഒന്ന് മേലെ ഒന്ന് താഴെ എന്ന് പറഞ്ഞാൽ മേലെ താഴെ നമ്മൾ യാതൊരു വ്യത്യാസമില്ല. പറഞ്ഞ് ക്ലിയർ ആകുന്നില്ല? ഓക്കെ. Now there are other geometries formed by 6 coordinate complexes. മറ്റ് ചില geometries, for example, you can see that another example is 6 coordinate complex in Vargamas. Trigonal prism. Trigonal prism എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, പ്രിസം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. Something like this. So a trigonal prism is a trigonal prism. Prism ചെയ്തോർമ്മ ഫിസിക്സിലെ അതിൽ എത്ര ഫേസസ് ഉണ്ട്? 5 ഫേസസേ ഉള്ളൂ. 3 റെക്ടാങ്കുലർ ഫേസസ്. റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതാ, ഇപ്പോൾ എ ബി സി ഡി ഒരു റെക്ടാങ്കുലർ ഫേസ്, ഇ എഫ് ഡി ഇ എഫ് ഡി വേറെ റെക്ടാങ്കുലർ ഫേസ്, എ ഇ എഫ് സി വേറെ റെക്ടാങ്കുലർ ഫേസ്. 3 റെക്ടാങ്കുലർ ഫേസും മുമ്പിലും ബാക്കിലുള്ള 2 triangular faces. Okay, that is a trigonal prism. This is an example of a complex with a trigonal prism. അപ്പോൾ എല്ലാ 6 coordinate complexes octahedral ആയിരിക്കണമെന്നില്ല. മോസ്റ്റ് കോമൺ geometry of 6 coordinate complex definitely is a octahedral geometry. octahedral ആണ്. octahedral വളരെ റെഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആണ്. octahedral തന്നെ ചിലപ്പോഴേ എന്തുണ്ടാവും, ചിലപ്പോഴേ അത് ടെട്രാഗണലും ആവാം. octahedral ചെറിയൊരു ഭാഗമാണ് ടെട്രാഗണൽ. ദാറ്റ് ഈസ് എ, ശരിക്കും പറഞ്ഞതിന്റെ പേര് ടെട്രാഗണലി ഡിസ്റ്റോർട്ടഡ് octahedral എന്നാണ്. ടെട്രാഗണലി ഡിസ്റ്റോർട്ടഡ് octahedral പറയുന്നത് മനസ്സിലാകുന്നില്ല? ദാറ്റ് ഈസ് എ, നമ്മൾ പറഞ്ഞു ഇതിപ്പോ മെറ്റൽ ആണെങ്കിൽ മെറ്റലിന് എക്സ് ആക്സിസ് 2 എണ്ണം, 2 ലിഗാൻഡ്, 1 2. വൈ ആക്സിസ് 2 ലിഗാൻഡ്, 1 2. സെറ്റ് ആക്സിസ് 2 ലിഗാൻഡ്. ഈ സെറ്റ് ആക്സിസ് 2 ലിഗാൻഡുകള് മറ്റ് 2 ലിഗാൻഡ്സിൽ നിന്നും കൂടുതൽ അകന്നിരിക്കുക. ഏതെങ്കിലും ഒരു ആക്സിസ് സെറ്റ് നമ്മൾ സൗകര്യത്തിന് എടുക്കുന്നേ ഉള്ളൂ. ഈ ഷേപ്പിനാണ് എന്ന് പറയുന്നത് ടെട്രാഗണൽ ഷേപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഒക്ടാഹെഡ്രൺ. നമ്മളിങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി സൗകര്യമാണ്. ഈ ചിത്രം നമുക്ക് മനസ്സിൽ പതിയുന്നുണ്ടല്ലോ. ഈ മെറ്റലിന് ഇവിടത്തേക്കുള്ള ദൂരവും ഇവിടത്തേക്കുള്ള ദൂരവും രണ്ടും ഒന്നാണ്. പിന്നെ റെഗുലർ ഒക്ടാഹെഡ്രൺ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിലോ ഒക്കെ എല്ലാ 6 ലിഗൻസിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. പക്ഷേ in a tetragonally distorted octahedron or simply a tetragonal complex, you can see that these 2 ligands are at a greater distance. ഈ 2 ലിഗൻഡും മറ്റേ എന്താണ് കുറച്ച്, you can see an elongated octahedron. മനസ്സിലായില്ലേ? 2 ലിഗൻഡ്സ് കൂടുതൽ അകന്നിരിക്കും. അതിനാണ് ടെട്രാഗണൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ടെട്രാഗണൽ ഡിസ്റ്റോർഷൻ.
എക്സ് ആക്സിലും വൈ ആക്സിലും ലിഗൻഡ്സ് ഒക്കെ ഒരേ ഡിസ്റ്റൻസിലും Z ആക്സിസിൽ അതിനേക്കാളും ലേശം അകന്നിരിക്കും. ദാറ്റ് ഈസ് എ ടെട്രാഗണൽ ഡിസ്റ്റോർഷൻ. ഫോർ എക്സാമ്പിൾ കോംപ്ലക്സ് ലൈക്ക് ദി CO NH3 4 times Cl2 plus. This molecule is having a tetragonal shape. The 4 ammonium molecules are equidistant and the 2 chlorides are at a greater distance. മനസ്സിലാകുന്നുണ്ടോ? മറ്റ് 2 ക്ലോറൈഡുകൾ കുറേ അകലെ 4 അമോണിയങ്ങൾ എല്ലാ അമോണിയങ്ങളും ദൂരം തുല്യമായിരിക്കും. ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൺ ഓർ റെഗുലർ ഒക്ടാഹെഡ്രൺ എന്ന് പറയും. If the 2 of the ligands are at a greater distance compared to the other 4, greater ചിലപ്പോൾ ഷോർട്ടർ ആവാൻ കുഴപ്പമൊന്നുമില്ല. തൽക്കാലം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. That is called a tetragonally distorted octahedron or simply a tetragonal shape in which of the 6 ligands 4 are at equidistant and other 2 are at a greater distance. Okay, ആ ഷേപ്പ് ഉണ്ടാവും. അതിന് എക്സാമ്പിൾ ആണ് ഈ പറയുന്നത് പോലത്തെ എക്സാമ്പിൾ. So CO പ്ലസ് ഇതിലിപ്പോ നോക്കിയാൽ മനസ്സിലാവും. 2 എത്തിലീൻ ഡയമണ്ട് 4 അമോണിയക്ക് തുല്യമാണ് 2 എത്തിലീൻ ഡയമണ്ട്. ബിക്കോസ് എത്തിലീൻ ഡയമണ്ട് ഇസ് എ ബൈൻഡിംഗ് ലിഗാൻഡ്. അപ്പോൾ ഒരു എത്തിലീൻ ഡയമണ്ട് ഇങ്ങനെ ഉണ്ടാവും, ഒരു എത്തിലീൻ ഡയമണ്ട് ഇങ്ങനെ ഉണ്ടാവും, ഫ്ലോറിലൂടെ ഇവിടെ ഉണ്ടാവും കുറച്ച് ദൂരത്തിൽ. മനസ്സിലായില്ല? ഇത് NH2 CH2 CH2 NH2 NH2 CH2 CH2 NH2 മനസ്സിലാകുന്നുണ്ടോ? മെറ്റൽ ആൻഡ് NH2 നമ്മളിതിൽ വരച്ചാണ് NH2 CH2 CH2 ഇതാണ് ബോണ്ടിങ്. മനസ്സിലായില്ലേ? ഇത് 2 അമോണിയക്ക് തുല്യമാണ്. ഒരു CH2 CH2 കണക്ട് ആയി മാത്രമേ ഉള്ളൂ. എത്തിലീൻ ഡയമണ്ട് ബൈഡൻഡേറ്റ് ലിഗാൻഡ് ആണ്. 2 ബൈഡൻഡേറ്റ് എത്തിലീൻ ഡയമണ്ടും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് 2 ക്ലോറൈഡ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അഗൈൻ എ ടെട്രാഗണൽ കോംപ്ലക്സ്. ഓക്കെ, അപ്പോൾ സിസ് കോർഡിനേറ്റ് കോംപ്ലക്സ് പ്യൂർ ഒക്ടാഹെഡ്രൺ ആവാം, ടെട്രാഗണലി ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൺ ആവാം, സിംപ്ലി ടെട്രാഗണൽ ആവാം. രണ്ടുപേരും പറയും. ശരിക്കും സയന്റിഫിക് ആയിട്ട് പറഞ്ഞാൽ ടെട്രാഗണലി ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൺ തന്നെയാണ്, പക്ഷെ ചെറിയൊരു ഡിസ്റ്റോർഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കേട്ടെ? അങ്ങനെ ആവാം. അപൂർവം കേസിൽ എന്താവാം? ട്രയാഗണൽ പ്രിസം, ജസ്റ്റ് ലൈക്ക് എ പ്രിസം. ഇതിൽ മെറ്റൽ ഉണ്ടാവും, മെറ്റലിന്റെ ബോഡി സെന്ററിൽ ഉണ്ടാവും 6 ലിഗാൻഡ്സ് സ്ഥാനമാണ് ABCDEF വരച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ഓരോ പോയിന്റ് ഓരോ ലിഗാൻഡ് മെറ്റൽ അതിന്റെ അടുത്ത് കൂടി ഉണ്ടാവും. ദാറ്റ് ഈസ് എ ഷേപ്പ്. ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഷേപ്പ് പറയുന്നത് എല്ലാ ലിഗാൻഡ്സിനെയും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഷേപ്പാണ്. മെറ്റൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അത് ലീനിയർ ആയാലും ട്രയാഗണൽ പ്ലാനർ ആയാലും ടെട്രാഹീഡ്രൽ ആയാലും സ്ക്വയർ പ്ലാനർ ആയാലും ട്രയാഗണൽ ബൈപിരമിഡ് ആയാലും സ്ക്വയർ പിരമിഡ് ആയാലും ഒക്ടാഹെഡ്രൽ ആയാലും ട്രയാഗണൽ ആയാലും പിന്നെന്താണ് ട്രയാഗണൽ പ്രിസ്മാറ്റിക് ആയാലും എല്ലാത്തിലും ലിഗാൻഡ്സ് കണക്ട് ചെയ്ത് കിട്ടുന്ന രൂപമാണ് മെറ്റൽ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ അതുപോലെ മെറ്റലിന്റെ സ്ഥാനമായിരിക്കും ഇതിന്റെ ബോഡി സെന്ററിലായിരിക്കും. എന്ന് പറഞ്ഞാൽ മെറ്റൽ ഒരു സ്ഥലത്തേക്കുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിൾ 3 ലിഗാൻഡ്സ് ഇങ്ങനെ അതിന്റെ മേലെ 3 ലിഗാൻഡ്സ് താഴെ നേരെ എക്ലിപ്സ്ഡ് ആയിട്ട് നേരെ വരുന്ന തരത്തിൽ ട്രയാഗണൽ പ്രിസം പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മെറ്റല് ഒരു സ്ഥലത്ത് അതിന്റെ വിരലിന്റെ അടുത്തുള്ള മെറ്റൽ ആണെങ്കിൽ 3 ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആയിട്ട് ഇത് തൊട്ടല്ല കുറച്ച് മേലെയായിട്ട് ഒരു ട്രയാങ്കിൾ ഉണ്ടാവും, കുറച്ച് താഴെയായിട്ട് വേറെ ട്രയാങ്കിൾ ഉണ്ടാവും. ഈ 2 ട്രയാങ്കിളും എങ്ങനെ ഉണ്ടാവും? എക്ലിപ്സ് രൂപത്തിലുണ്ടാവും ഒരേപോലെ. ഒന്നതുപോലെ നേരെ നിങ്ങൾക്കറിയാം പ്രിസം Fഉം Eയും എക്ലിപ്സ്ഡ് ആണ്, Aയും Cയും Bയും Dയും നേരെ പുറകിൽ വരും. ഇങ്ങനെ വിളിച്ചാൽ പുറകിൽ പോകും, ഇങ്ങനെ വെച്ചാൽ നേരെ മേലെ താഴെ വരും. മനസ്സിലുണ്ടാവുന്നത് ഈ ഫേസ് ശ്രദ്ധിക്കുക. ദിസ് ഈസ് ദ പ്രിസം. നിങ്ങൾക്ക് അറിയാനാണ് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ട്രയാങ്കുലർ ഫേസ്. ദിസ് ഓൾസോ ഈസ് ദ ട്രയാങ്കുലർ ഫേസ്. 2 ട്രയാങ്കിൾ അടുപ്പിച്ച് വെച്ചിട്ട് അതിന്റെ 3 കോർണറുകൾ നമ്മൾ കണക്ട് ചെയ്താൽ എന്താ കിട്ടുമോ അതാണ് ട്രയാങ്കുലർ പ്രിസം എന്ന് പറയുന്നത്. ആൻഡ് യെസ്, ഈ ട്രയാങ്കിൾ ഇവിടെ, ഒരു ട്രയാങ്കിൾ ഇവിടെ, അടുത്ത ട്രയാങ്കിൾ ഇവിടെ, മെറ്റൽ ഇവിടെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇതും കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രിസം സ്ട്രക്ചർ കിട്ടുന്നത്. മനസ്സിലായില്ലേ? ക്ലിയർ? ഇവിടെ അപ്പൊ അതാണ് സിസ് കോർഡിനേറ്റ് ജോമെട്രിന്റെ കാര്യം. സിസ് കോർഡിനേറ്റ് കോംപ്ലക്സസ് ക്യാൻ ഹാവ് 3 ഡിഫറെന്റ് ജോമെട്രീസ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിലൊന്നും പെടാത്ത കുറച്ച് അപൂർവമായിട്ട് ജോമെട്രികൾ ചിലപ്പോൾ കണ്ടേക്കാം. വളരെ അപൂർവം കേസാണ്. ഏറ്റവും കോമൺ ആണ് ഞാൻ പറഞ്ഞ ഒക്ടാഹെഡ്രൺ. വളരെ കോമൺ ആണ്. മോസ്റ്റ് ഓഫ് ദി കോർഡിനേഷൻ കോംപ്ലക്സസ് ആർ സിസ് കോർഡിനേറ്റ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി സിസ് കോർഡിനേറ്റ് കോംപ്ലക്സസ് ആർ ഒക്ടാഹെഡ്രൺ. അപ്പൊ ഏറ്റവും കൂടുതൽ കോംപ്ലക്സ് ഏത് രൂപത്തിലായിരിക്കും? ഒക്ടാഹെഡ്രൽ രൂപത്തിലായിരിക്കും. പക്ഷെ എല്ലാ സിസ് കോർഡിനേറ്റ് കോംപ്ലക്സ് ഒക്ടാഹെഡ്രൽ ആവണമെന്നില്ല. ചിലപ്പോൾ അത് ട്രയാഗണലോ, ചിലപ്പോൾ അത് എന്താണ് ട്രയാഗണൽ പ്രിസമോ, ചിലപ്പോൾ എന്താവാം ട്രയാഗണൽ പ്രിസം, അല്ലെങ്കിൽ ചില കേസിൽ അത് ടെട്രാഗണൽ ആവാം. ഓക്കെ, എല്ലാ ലിഗാൻഡും ഒരുപോലെ ടെട്രാഗണൽ ആവില്ല. ശ്രദ്ധിക്കുക, 2 ലിഗാൻഡ് വ്യത്യാസപ്പെട്ട് വരുമ്പോഴാണ് പെട്ടെന്ന് ടെട്രാഗണൽ എക്സാമ്പിൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് അവിടെ നോക്കി 4 ലിഗാൻഡ് 2 ഇത് 4 ലിഗാൻഡ് തുല്യമാണ് 2 ഇത്തിരി ടൈമിൽ 2 ക്ലോറൈഡ് വരും. ഓക്കെ,
അപ്പോൾ അത് 6 കോർഡിനേറ്റ് കോംപ്ലക്സിന്റെ കാര്യം. ഇനിയിപ്പോൾ കോർഡിനേഷൻ നമ്പർ 7 ആയാലോ? കോർഡിനേഷൻ നമ്പർ 7 is not so common, but there are a lot of 7 coordinate complexes. And 7 coordinate complex may be ഏറ്റവും നമുക്ക് മനസ്സിലാവുന്ന 7 coordinate complex ഏതാണ് ജിയോമെട്രി വരിക? A pentagonal bipyramid. Pentagonal or it can be a capped octahedron. A capped octahedron എന്ന് പറഞ്ഞാൽ എന്താണ്? ഒക്ടാഹെഡ്രൺ നമുക്കറിയാം. ഒക്ടാഹെഡ്രന് 8 ഫേസസ് ഉണ്ട്. ശ്രദ്ധിക്കുക, വീണ്ടും പറയുന്നത് ഇതാ, രണ്ടാമത്തെ ലിഗൻഡ് 3, 4, 5, 6 ലിഗൻഡ്. Metal is at the center, and we can see ഒരു triangular face, രണ്ടാമത്തെ triangular face, മൂന്നാം triangular face, നാലാമത്തെ എൻ്റെ ബാക്കിലുണ്ടാവും. അതേപോലെ 4 ഇവിടെ ഉണ്ടാവും. 3, 4, 8 triangular faces ഉണ്ടാവും. That is why it is called a octahedron. It has 6 corners and 8 triangular faces. Okay. And if there is one more ligand, so this is coordinate complex, 7 coordinate ligand ആവുമ്പോൾ ഒരു ligand കൂടിയുണ്ട്. അപ്പോൾ ആ ligand ഉൾക്കൊള്ളിക്കാൻ ചിലപ്പോഴെന്താവും പെന്റഗണൽ പിരമിഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. 1, 2, 3, 4, 5 എണ്ണം ഒരു പ്ലെയിനിൽ, പിന്നെ ഒന്ന് മേലെ ഒന്ന് താഴെ, ഇങ്ങനെ ഉണ്ടാവും പെന്റഗണൽ പിരമിഡ് എന്ന് പറഞ്ഞാൽ. ഒരു പ്ലെയിന് 5 എണ്ണം ഒരു പ്ലെയിൻ. നമ്മുടെ ട്രയാങ്കിൾ പിരമിഡ് ഇല്ലേ, അതേപോലെ ട്രയാങ്കിൾ പിരമിഡിൽ 3 എണ്ണം ഒരു പ്ലെയിനും ഒന്ന് മേലെ ഒന്ന് താഴെയാണ്. പെന്റഗണൽ പിരമിഡിൽ 5 എണ്ണം ഒരു പ്ലെയിനിലും ഒന്ന് മേലെയും ഒന്ന് താഴെയാണ്. ഈ 5 എണ്ണവും മറ്റു 2 തമ്മിൽ വ്യത്യാസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒക്ടാഹെഡ്രൺ എന്ന് പറഞ്ഞ ശ്രദ്ധിക്കും, അതായത് സ്ക്വയർ പിരമിഡ് ആണ്. പക്ഷെ അതിൽ 6 എണ്ണവും ഒരുപോലെയാണ്. TBP-യിലും PBP-യിലും ട്രയാങ്കിൾ പിരമിഡ് 3 എണ്ണം 4, 5, പെന്റഗണൽ പിരമിഡ് 5 എണ്ണവും 6, 7. ഇത് രണ്ടിലും ആക്സിയൽ ലിഗൻഡ്സും പിറ്റോ ലിഗൻഡ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിൽ എല്ലാം ഒരുപോലെയാണ്. അതുകൊണ്ട് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ക്യാപ്ഡ് ഒക്ടാഹെഡ്രൺ. ക്യാപ്ഡ് ഒക്ടാഹെഡ്രൺ എന്ന് പറഞ്ഞാൽ ഒക്ടാഹെഡ്രണ് ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫേസിന്റെ, ഈ ഫേസ് ആയിരിക്കും ABC, ഈ ഫേസിന്റെ മേലെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫേസിന് കുറച്ച് മേലെയായിട്ട് ഇവിടെ ആയിരിക്കും അടുത്ത 7ാമത്തെ ലിഗൻഡിന്റെ സ്ഥാനം. കുറച്ച് ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. See, the octahedron is slightly distorted, and one of the faces will have a ligand placed just the upper face lalla korchu mele aayittundav. That is called a capped octahedron. An example. Overall, or 7 ligand ഉണ്ട്. Okay, 5, 6, 3 minus. This is a example for a capped octahedron shape. മനസ്സിലായില്ലേ? ആ ടൈപ്പ് capped octahedron അത് വളരെ അപൂർവമായിട്ട് വരുന്നതാണ്. അല്ലാതെ പെന്റഗണൽ ബൈപിരമിഡ് ഉണ്ട്. പെന്റഗണൽ ബൈപിരമിഡ് NBF7 minus, TAF7 minus, 2 minus ആണ്. ഇതൊക്കെ പെന്റഗണൽ ബൈപിരമിഡ് ആണ്. പെന്റഗണൽ ബൈപിരമിഡ്. Okay, so you can see that a 7 coordinate complex may be either a pentagonal bipyramid or a capped octahedron. Okay, wait a minute. See that
NbOF6 പോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് MoF7 3 minus. MoF7 3 minus or 1 minus. MoF7 minus. This also is having a capped octahedral shape. മനസ്സിലായിട്ട് ഈ പറഞ്ഞ രണ്ട് എക്സാമ്പിൾ, ഇത് രണ്ടും എക്സാമ്പിൾ അതിനുള്ളതല്ല. ഈ NbF7 ഉം TF7 ഉം ദിസ് ഈസ് എക്സാമ്പിൾ ഫോർ another geometry which is called a capped trigonal prism. Capped trigonal prism. അപ്പോൾ നേരത്തെ ഇതിന് പകരം ഇത് ക്യാപ്പ് ചെയ്തതിന് പകരം ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കുക, ക്യാപ്പ് എന്നുള്ള വാക്കുകൾ പല സ്ഥലത്തും കാണും. ക്യാപ്പിംഗ് മീൻസ് ഒരു ഫേസിന്റെ മേലെ തൊട്ട് മേലെയായിട്ട് അടപ്പെടുന്ന പോലെ വേറൊരു ലിഗാൻഡ് വരിക. മനസ്സിലായില്ലേ? ഇതിപ്പോ ഒരു ഫേസ് ആണെങ്കിൽ ഈ ഫേസ് ലിഗാൻഡ് ഇപ്പോൾ ഇതും ചേർത്തൊരു ഫേസ് ആയിട്ടുണ്ടാവും. അതിന്റെ തൊട്ട് മേലെയായിട്ട് നമ്മൾ ഇതിനൊക്കെ ഒരു ഫേസിന്റെ ട്രയാങ്കുലർ ഫേസ് ആണ്. ഒരു സൈഡ് നോക്കിയാൽ ട്രയാങ്കിൾ ആയിട്ട് കാണാം. ആ ട്രയാങ്കുലർ ഫേസിന്റെ കുറച്ച് മേലെയായിട്ടായിരിക്കും അടുത്ത ഒരു ലിഗാൻഡിന്റെ സ്ഥാനം. ദാറ്റ് ഫേസ് ഈസ് ക്യാപ്ഡ് വിത്ത് അനദർ ലിഗാൻഡ്. ഇതിന്റെ തൊട്ട് മേലെ ഇതിന്റെ ഏതെങ്കിലും ഒന്നിട്ടാൽ മതി. കാരണം ഇവിടെ 6 ഫേസസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഫേസിന്റെ തൊട്ട് മേലെ ആ ഫേസിന് കുറച്ച് ഡിസ്റ്റോർഷൻ ഉണ്ടാവും. അതിനിടക്കായിരിക്കും മറ്റേ ലിഗാൻഡിന്റെ സ്ഥാനം വരും. Okay, got the point? And you can see this NbF7 and TF7 has a capped trigonal prism. ഈ ട്രയാങ്കുലർ പ്രിസത്തിന്റെ എത്ര ഫേസസ് ഉണ്ട്? 5 ഫേസസ് ഉണ്ട്. 3 റെക്ടാങ്കുലർ ഫേസസും 2 ട്രയാങ്കുലർ ഫേസസും. 2 ട്രയാങ്കുലർ ഫേസും 3 കണക്ട് ചെയ്യുന്ന 3 റെക്ടാങ്കുലർ ഫേസ്. ഈ ഏതൊക്കെ റെക്ടാങ്കുലർ ഫേസിനെ ക്യാപ്പ് ചെയ്യാം. അതാണ് ക്യാപ്ഡ് ട്രയാഗണൽ പ്രിസം. ക്യാപ്ഡ് ട്രയാഗണൽ പ്രിസം. ക്യാപ്ഡ് ഒക്ടാഗണൽ അത് മനസ്സിലായി. ക്യാപ്ഡ് ട്രയാഗണൽ ഇത് കഴിഞ്ഞാൽ അപ്പോഴേ ഒന്നിന്റെ ബാക്കിൽ ഒന്ന് ഇങ്ങനെ കണക്ട് ചെയ്യും. ഇതിവിടെ കണക്ട് ചെയ്യാം, ഇതിവിടെ കണക്ട് ചെയ്യാം, ഇതിവിടെ കണക്ട് ചെയ്യാം. ഇങ്ങനെ ഉണ്ടാവും. ആൻഡ് വി കൻ സീ ഇതിൽ ഏതൊക്കെ റെക്ടാങ്കുലർ ഫേസിന് തൊട്ട് മേലെയായിട്ട് ഇവിടെയൊക്കെ ആയിട്ട് ഈ റെക്ടാങ്കുലർ ഫേസ് ABCD എന്നുള്ള റെക്ടാങ്കുലർ ഫേസിന്റെ മേലെയായിട്ട് ഇവിടെ ഒരു പോയിന്റ്. അപ്പോൾ ADCD ഇങ്ങനെ കണക്ഷൻ ഉണ്ടാവും. വരക്കുമോ? ഞാൻ നേരത്തെ പറഞ്ഞ വരകിന്റെ അർത്ഥം എന്തായാലും അതിന്റെ ഷേപ്പ് മാത്രമാണ്. ശരിക്കും മെറ്റലിന്റെ സ്ഥാനം ഇവിടെയും ഇതാ ലിഗാൻഡിന്റെ സ്ഥാനം ഇവിടെയും ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. അത് നമ്മൾ വരച്ച് കാണിക്കുന്നത് പലപ്പോഴും ഷേപ്പ് കാണിക്കുമ്പോൾ. So this is a capped triangular prism in which the 7th ligand, 6 ligands occupy the corners of a triangular prism and the 7th ligand is capped above one of the rectangular faces. Is it clear? See, a capped triangular prism means the metal atom is in the body center of a triangular prism. The 6 corners of the triangular prism occupied by 6 ligand and the 7th ligand is capped on one of the rectangular faces. 3 rectangular faces 3 ഒരുപോലെയാണ്. അതുകൊണ്ട് one of എന്നത് above the face. ആ ഫേസിന് തൊട്ട് മേലെയായിട്ട് അതിന്റെ സ്ഥാനം ഉണ്ടാവും. പെന്റഗണൽ ബൈപ്പിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ UO2F5 അല്ലെങ്കിൽ UF7. 3 minus ഇത് 2 minus. UO2F5. In UO2F5 we can see that the 5 fluoride ions occupy the 5 corners of a pentagon and 2 oxides are above and below. See, pentagon 2 3 4 5 ഇവിടെ ഇതാ യുറാനിയം ഇവിടെ ഉണ്ടാവും. ഇവിടെയൊക്കെ ഫ്ലൂറൈഡ് ഉണ്ടാവും. ഇത് ഒരു പ്ലേനാർ സ്ട്രക്ചർ ആണ്, ഒരു പ്ലെയിനിലാണ്. പിന്നെന്താണ്? യെസ്, ഒരു ഓക്സൈഡ് ഇവിടെ ഉണ്ടാവും, മറ്റേത് ഇവിടെ ഉണ്ടാവും. ഏകദേശം ഇതായിരിക്കും സ്ട്രക്ചർ വരുന്നത്. 1 above and 1 below. We can see that it is a pentagonal bipyramid. Pentagonal bipyramid. That is a 7 coordinate complex or U7. U7 ലാങ്കിൽ ഇവിടെ ഫ്ലോറൈഡ് ആയിരിക്കും. അത് സംശയം. 7 പോയിന്റ് ഫ്ലോറൈഡ്. 5 ഒരു പ്ലെയിനില്, ഒന്ന് മേലെ ഒന്ന് താഴെ. 5 ആക്സിയൽ ഫ്ലോറൈഡ്സും 2 ഇക്വറ്റോറിയൽ ഫ്ലോറൈഡ്സ്. 5 ഇക്വറ്റോറിയൽ ഫ്ലോറൈഡ്സും 2 ആക്സിയൽ ഫ്ലോറൈഡ്സും. അല്ലെങ്കിൽ 5 ഇക്വറ്റോറിയൽ ഫ്ലോറൈഡ്സും 2 ആക്സിയൽ ഓക്സൈഡ്സ്. UO2F5. ഇത് ലിഗൻഡ് എണ്ണത്തിലാണ്. 5 2 7. 5 ഫ്ലോറൈഡ് 2 ഓക്സൈഡ്. ഇവിടെ 7 ഫ്ലോറൈഡാണ്. യുറാനിയം 6 കോംപ്ലക്സ് ആണ്. യുറാനിയം 4 കോംപ്ലക്സ് ആണ്. അങ്ങനെ മനസ്സിലാക്കുന്നത്
4ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസമാണ് 3. 4 പോസിറ്റീവ് 7 നെഗറ്റീവ്, മൊത്തത്തിൽ 3 നെഗറ്റീവ്. ഇത് 6 പോസിറ്റീവ്, ഇത് 4 നെഗറ്റീവ്, ഇത് 5 നെഗറ്റീവ്. അപ്പൊ ഇത്രയും 2 മൈനസ് ഉള്ളതോ അത് 6 പോസിറ്റീവ്, ഇത് 4 നെഗറ്റീവ്, 5 9 ആകാം, 3 മൈനസ് ആണ്. ശരിയാവില്ല. 3 മൈനസ്, ഇത് 3 മൈനസ് ആണ്. ഇത് 4 പോസിറ്റീവ് 7 നെഗറ്റീവ്. മനസ്സിലല്ലേ? അപ്പൊ ഇത്രയും 3 നെഗറ്റീവ് വരും. ഇങ്ങനെയൊക്കെ എഴുതുന്നത്. ഇതിപ്പോ യുറാനിയം 6 കോംപ്ലക്സ്, യുറാനിയം 6 U2 തന്നെ വളരെ കോമൺ ആണ്. യുറാനിൽ നേരത്തെ പഠിച്ചില്ല, യുറാനിൽ കേറ്റയം, യുറാനിൽ കോമ്പൗണ്ട്സ് നമ്മൾ കഴിഞ്ഞാൽ U2 2+ഉം F 5 F മൈനസും കൂടിയാൽ 3 മൈനസ് ഇല്ല. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമ്മളെ യുറാനിലായോട് നമ്മൾ കഴിഞ്ഞ മുമ്പേ പഠിച്ചിട്ടുണ്ട്. യുറാനിലായോ U2 2+, യുറാനിലായിട്ട് യുറാനിൽ അസറ്റേറ്റ് ഒക്കെ പഠിച്ചില്ല 2 ക്ലാസ് മുമ്പേ. ഇത് 2 കൂട്ടിയാൽ എന്തായിട്ട് 6 + 4 നെഗറ്റീവ് കൂട്ടിയാൽ 2 പോസിറ്റീവ് ഉണ്ടാവും. ഈ 2 പോസിറ്റീവ് 5 നെഗറ്റീവ് കൂട്ടിയാൽ 3 നെഗറ്റീവ് ബാക്കി. യുറാനിൽ ആണ് ഇതായോ. എനിവേ U2F5 and U7 are examples for complexes with a pentagonal bipyramid geometry. അപ്പോൾ pentagonal bipyramid ആവാം, അല്ലെങ്കിൽ എന്താവാം, ക്യാപ്ഡ് ട്രൈഗണൽ പ്രിസം ആവാം, അല്ലെങ്കിൽ എന്താവാം, ക്യാപ്ഡ് ഒക്ടാഹെഡ്രൺ ആവാം. ക്യാപ്പ് ഒക്ടാഹെഡ്രൺ വളരെ റെയർ ആണ്, ഇതും കുറെ റെയർ ആണ്, ഇത് കുറച്ച് കൂടുതലുണ്ട്. എന്തായാലും ശരി, മൊത്തത്തില് 7 കോർഡിനേറ്റ് കോംപ്ലക്സസ് ആർ റെയർ കമ്പയർഡ് ടു 6 കോർഡിനേറ്റ്. വളരെ റെയർ ആണ് 7 കോർഡിനേറ്റ്, 6നെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഓക്കെ, ഇതെല്ലാം ജിയോമെട്രി ഒക്കെ മനസ്സിലാക്കാം. 3 ജിയോമെട്രി ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ അപ്പുറത്തെ ജിയോമെട്രി ചിലപ്പോൾ ഞാൻ കണ്ടേക്കും. കുറച്ചുകൂടി വളരെ റെയർ ആയിട്ടുള്ള ചില ജിയോമെട്രീസ് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും 2 കോമൺ ആയിട്ടുള്ള ഓർത്ത് നോക്കുക. ഇനി കോർഡിനേഷൻ നമ്പർ 8 ആയാലോ. 8ന് പ്രധാനപ്പെട്ട പല ഷേപ്പുകളുണ്ട്. ഒന്ന്, ഏറ്റവും സിമെട്രിക് ആയത് ക്യൂബിക് സ്ട്രക്ചർ ആണ്, അല്ലേ? The metal atom is placed at the body center of the cube and the 8 ligands are 8 corners of a cube. വളരെ സിമെട്രിക് ആയ സ്ട്രക്ചർ. മെറ്റൽ ആറ്റം സെൻട്രൽ ക്യൂബ് എങ്ങനെ വരക്കാം? ക്യൂബ് മോഡൽ സൗകര്യമാണ്. ഈ സ്ട്രക്ചർ മെറ്റൽ ആറ്റം ഇവിടെ ഉണ്ടാവും. ligands എവിടെ ഉണ്ടാവുക? ligands are placed as at the 4 corners, sorry 8 corners of the 1 2 3 4 5 6 7 8. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, ഈ വരകൾക്കൊന്നും യാതൊരു അർത്ഥത്തിലും ഷേപ്പ് മനസ്സിലാക്കാൻ വേണ്ടി വരും. യഥാർത്ഥ വര മെറ്റൽ ലിഗൻഡ് നമ്മൾ ദർശനം എടുത്താൽ എന്താ വായത ഇവിടുന്ന് വിടുത്തേ 4 എണ്ണം ഇങ്ങനെ നേരോട്ട്, 4 എണ്ണം താഴോട്ട്, 1 2 3 4. ഈ നീല വരകളാണ് യഥാർത്ഥത്തിൽ മെറ്റൽ ലിഗൻഡ് കണക്ഷൻ വരുന്നത്. ഈ ചുവന്ന വരകളുടെ ഷേപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മെറ്റൽ സെൻട്രലാണെങ്കിൽ മേലെ ഒരു സ്ക്വയർ, താഴെ വേറൊരു സ്ക്വയർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ട്രൈനോമൽ പ്രിസിൽ മേലെ ഒരു ട്രയാങ്കിള്, താഴെ ഒരു ട്രയാങ്കിള്, 3 തമ്മിൽ കറക്റ്റ് എക്ലിപ്സ് രൂപത്തിൽ ഒന്നിലേക്ക് കുത്തനെ വരും. വളരെ മനസ്സിലാകുന്നുണ്ടാവും. ഇത് കുറച്ചുകൂടി 4 എണ്ണം ഒരു പ്ലെയിനിൽ എവിടെ ഉണ്ടാവുക? മെറ്റലിന്റെ സാധനം ഉണ്ടാകും. മെറ്റൽ കുറച്ച് മേലെയായിട്ട് 4 എണ്ണം ഒരു റെക്ടാങ്കിളിൽ, മെറ്റലിന്റെ കുറച്ച് 4 എണ്ണം, പിന്നെ ഇതിന്റെ താഴെ 4 എണ്ണം വേറെ റെക്ടാങ്കിൾ. ഇത് രണ്ടും തമ്മിൽ എക്ലിപ്സ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കോർണറിൽ നിന്ന് നേരെ മറ്റേ കോർണറിലേക്ക് എത്തും. അപ്പോൾ 2 സ്ക്വയറുകൾ, താഴെയുള്ള സ്ക്വയർ ശ്രദ്ധിക്കുക, ഇത് പറയുന്ന ഉദാഹരണം ഈ സ്ക്വയർ എ ബി സി ഡി, ഈ സ്ക്വയറും ഇ എഫ് ജി എച്ച് എന്നുള്ള സ്ക്വയറും എക്ലിപ്സ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് മറ്റേതിന്റെ തൊട്ട് മുകളിൽ ഇങ്ങനെ വരുന്നത്. അതിന് ക്യൂബിക് സ്ട്രക്ചർ നമുക്ക് മനസ്സിൽ കൃത്യം ക്യൂബ് കാണാൻ പറ്റും. ക്യൂബിന്റെ ഒരു നേരെ ഫേസ് താഴെ ഫേസ് എക്ലിപ്സ്ഡ് ആണ്, നേരെ താഴെ വരും, കുത്തനെ വരെ വരുന്നത്. അതായത് ജിന്ന് സിയിലേക്കും എഫിന്ന് ബിയിലേക്കും എച്ചിന്ന് ഡിയിലേക്കും ഇന്ന് എഫിന് എയിലേക്കും ഒക്കെ വരയ്ക്കുന്ന ലൈനുകൾ കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് താഴേക്ക് വരും. ഓക്കെ, that's why we say eclipse, or you can see that B is just below F or D is just above C. eclipse ഉള്ളവ അറിയണം. ഓക്കെ, ഇനി ഇതിന് പകരം ഈ മേലെയുള്ള ഫേസ് ഒന്ന് തിരിയാം. എത്ര ഡിഗ്രി? ഒരു 45 ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞാൽ we get another geometry. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അത് വേറെ ജിയോമെട്രി ആണ്. നമ്മൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന് കോമൺ, സോറി 8 കോർഡിനേറ്റ് കോംപ്ലക്സിന് കോമൺ ആയിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് the structure square antiprism. Square antiprism. ഈ പ്രിസം ട്രയാങ്കുലർ പ്രിസം ആണ് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്താണ്? പ്രിസം ഒരു ട്രയാങ്കുലർ ഫേസും മറ്റേ ട്രയാങ്കുലർ ഫേസും ഒന്നിന് നേരെ മേലെയാണ്, അത് പ്രിസം.
ഇങ്ങനെ തിരിഞ്ഞാൽ എന്തായി? അത് ആന്റി പ്രിസമായി. അതെവിടെയാണ്? ക്യൂബില്. മനസ്സിലുണ്ടോ? ഇപ്പൊ താഴെ ഒരു സ്ക്വയർ, മേലെ ഒരു സ്ക്വയർ. നേരത്തെ ക്യൂബിൽ പറഞ്ഞ പോലെ തൊട്ട് നേരെ മേലെയല്ല, മേലെ തന്നെയാണ്, പക്ഷെ ഇത് തിരിഞ്ഞിട്ടാണ്. എക്ലിപ്സ് എല്ലാം സ്റ്റാഗേർഡ് ആണ്, രണ്ട് സ്ക്വയറുകൾ തമ്മിൽ. ദാറ്റ് ഈസ് ദ സ്ക്വയർ ആന്റി പ്രിസം സ്ട്രക്ചർ. ദാറ്റ് ഈസ് ഓൾസോ എ കോമൺ സ്ട്രക്ചർ ഫോർ 8 കോർഡിനേറ്റ് കോംപ്ലക്സ്. അപ്പൊ മനസ്സിലാകണ്ട. ഒന്നാമത്തത് ക്യൂബ്. ആ ക്യൂബില് ഉള്ള നേരത്തെ ഫേസ് ഒന്ന് തിരിക്കുക. എത്ര? 90 ഡിഗ്രി തിരിച്ചാൽ പിന്നെയും പഴയ രൂപത്തിൽ തന്നെ വരും. അതിന് 45 ഡിഗ്രി തിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം. വളരെ സിമ്പിൾ ആണ്, മനസ്സിലാക്കുന്നുണ്ടാവും. ഇതിപ്പോ ഒരു ഫേസ് ആണ്. മെറ്റല് ഇവിടെ എവിടെയോ, ഇതിന്റെ കുറച്ച് മേലായിട്ട് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ലിഗാൻഡ് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അല്ലേ? അടുത്ത കുറച്ച് മുമ്പിൽ മെറ്റല്, അതിന്റെ മുമ്പിൽ വേറെ സ്ക്വയർ ഇതേപോലെ. അതെവിടെ ഉണ്ടാവോ? അത് ഇവിടെ ഉണ്ടാവോ? മറ്റേത് ഇവിടെ ഉണ്ടാവോ? ഇത് ഇവിടെ ഉണ്ടാവും. എന്ന് പറഞ്ഞാല് ഇതിന്റെ നേരെ മുമ്പിലായിട്ടായിരിക്കും മറ്റേത് ഉണ്ടാവുക. നമ്മൾ വേറെ കളറിൽ വരച്ച് ചെയ്തിട്ട് ഒരെണ്ണം ഇത് മുമ്പിലാണ്, കുറെ മുമ്പിലോട്ടായിട്ടാണ്. നമുക്ക് 2D വരക്കും അങ്ങനെ ഇതാണ്. ഇത് ഈ ചോപ്പിന്റെ നേരെ മുമ്പിൽ ഓരോ നീല ഉണ്ടാവും, അല്ലേ? മെറ്റൽ എവിടെ ഉണ്ടാവോ? അതിന്റെ അടുത്തുള്ള സ്ഥലത്ത് മെറ്റലും ഉണ്ടാവും. ഇനി ആന്റി പ്രിസ് ആയാലും അപ്പോഴും ഈ സ്ക്വയർ അവിടെ തന്നെ നിർത്തിക്കണം. നമുക്ക് ഒന്ന് മറ്റൊരു ടിൽറ്റ് ചെയ്യാം. എത്ര ഡിഗ്രി? 45 ഡിഗ്രി ടിൽറ്റ് ചെയ്യാം. അപ്പോഴെങ്ങനെ ഉണ്ടാവും? അപ്പൊ ഇതിന്റെ മുമ്പിലാണെങ്കിൽ ഇങ്ങനെ പോകും. അപ്പോൾ അതിന്റെ സ്ഥാനം എവിടെ ഉണ്ടാവുക? ഇവിടെ, ഇവിടെ, ഇവിടെ. ഇപ്പൊ നേരെ മുമ്പ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ we can see that the position of the ligands are like this. ഇത് അത് വേറൊരു ഈ നീല സ്ക്വയർ അടിയുള്ള ചോപ്പ് സ്ക്വയർ രണ്ട് തമ്മിൽ നേരെ മറ്റേ ഈ നീല സ്ക്വയർ ചോപ്പ് സ്ക്വയർ എങ്ങനെയാണ് എക്ലിപ്സ്ഡ്? അത് നേരെ മുമ്പ് തന്നെയാണ് വരുന്നത്. ഒന്ന് നോക്കിയാൽ മറ്റേത് കാണിലേക്ക് നോക്കിയാൽ ഇവിടെ നീല മാത്രമേ കാണൂ, ചോപ്പ് കാണില്ല. അത് തൊട്ട് പുറകിൽ വരും. ഒരു കൺഫർമേഷനിൽ സ്റ്റാഗേർഡ് എക്ലിപ്സ് അതേപോലെ യാതൊരു വ്യത്യാസമില്ല. ഇതിന്റെ സ്റ്റാഗേർഡ് കൺഫർമേഷനിൽ ഹൈഡ്രജന്റെ നേരെ മറ്റേ ഹൈഡ്രജൻ വരുന്നത് CH3 നോർമലി അതേപോലെ തന്നെ. ദിസ് ഈസ് ദ എക്ലിപ്സ്ഡ്, ദിസ് ഈസ് ദ സ്റ്റാഗേർഡ്, ദിസ് ഈസ് ദ ക്യൂബിക് shape, this is the square antiprism. മനസ്സിലാകുന്നുണ്ടോ? ഈ ജോമെട്രി വരാമാർക്ക് 8 കോർഡിനേറ്റ് കോംപ്ലക്സ്. 8 കോർഡിനേറ്റ് കോംപ്ലക്സ് ഒന്നുകിൽ എന്താവാം? ക്യൂബിക് ആവാം, അല്ലെങ്കിൽ എന്താവാം? സ്ക്വയർ ആന്റിപ്രിസം ആവാം. തീർന്നില്ല. ഇനി ഷേപ്പ് ഉണ്ട്. എന്താ ഷേപ്പ്? ഈസ് എ ബൈകാപ്ഡ് ട്രൈഗണൽ പ്രിസം. രണ്ട് ക്യാപ്പ്. പക്ഷെ ആ ക്യാപ്പിംഗ് എവിടെയായിരിക്കും? ദാറ്റ് ക്യാപ്പിംഗ് ഈസ് ഓൺ ദി രണ്ടൊരുപോലത്തെ എന്താണ്? 2 ട്രയാങ്കുലർ ഫേസസും 3 സ്ക്വയർ ഫേസസും ഉള്ളത് ആർക്ക്? പ്രിസത്തിന്. അതിൽ ഏതെങ്കിലും ഒരു 2 ട്രയാങ്കുലർ ഫേസസും 3 റെക്ടാങ്കുലർ ഫേസസും ഉള്ളത്. അതിൽ ഏതെങ്കിലും റെക്ടാങ്കുലർ ഫേസിനെ ക്യാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തിട്ടുന്നത്? ക്യാപ്ഡ് ട്രൈഗണൽ പ്രിസം. ദാറ്റ് ഈസ് 617 7 കോർഡിനേറ്റ്. നമ്മൾ നേരത്തെ കണ്ട NBS നമുക്ക് കണ്ടു കഴിഞ്ഞു. അതിന് പകരം 2 ട്രയാങ്കുലർ ഫേസസ് ഉണ്ട് രണ്ടെണ്ണം മുമ്പിലും പുറത്തും, അല്ലേ? ആ ഫേസിന്റെ ക്യാപ്പ് ചെയ്യുക. അതിന്റെ തൊട്ട് മുകളിൽ അപ്പുറം ഇപ്പുറമായിട്ട് 2 ലിഗാൻഡ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ബൈകാപ്ഡ് ട്രൈഗണൽ പ്രിസം. അത് വേറെ ജോമെട്രി ആണ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിനുള്ളത്. ബൈകാപ്ഡ് പേര് മനസ്സിലാക്കും. ബൈകാപ്ഡ് ട്രൈഗണൽ പ്രിസം. ഇത് സ്ക്വയർ ആന്റിപ്രിസം. മറ്റേത് ബൈകാപ്ഡ് ട്രയാങ്കുലർ പ്രിസം. ഒരു ട്രയാങ്കുലർ പ്രിസത്തിന് 6 കോർണേഴ്സ് ഉണ്ട്. അതിന്റെ ഓരോ ട്രയാങ്കുലർ ഫേസസിനെ ക്യാപ്പ് ചെയ്തുകൊണ്ട് 2 ലിഗൻഡ്സും കൂടി വന്നു കഴിഞ്ഞാൽ 2 പോയിന്റ്സ് വന്നു കഴിഞ്ഞാൽ അതായത് അത് ബൈകാപ്ഡ് ട്രയാങ്കുലർ പ്രിസമായി. ഇനി ഇതൊന്നും അല്ലാത്ത 4ാമത്തെ ഒരു ഷേപ്പ്, ദാറ്റ് ഈസ് കോൾഡ് എ ഡോഡെക്കാഹെഡ്രൺ. ശരിക്കും ഡോഡെക്കാഹെഡ്രൺ 2 ടൈപ്പ് ഉണ്ട്. പെന്റഗണൽ ഫേസസ് ഉള്ളതുകൊണ്ട് ട്രയാങ്കുലർ ഫേസസ്. എത്ര? ഡോഡെക്ക എന്ന് പറഞ്ഞാല് 12 ട്രയാങ്കുലർ ഫേസസ് ചേർന്ന ഒരു സിമെട്രിക് ആയിട്ടുള്ള രൂപമാണ് ഡോഡെക്കാഹെഡ്രൺ. അതിന് 8 കോർണേഴ്സ് ഉണ്ടാവും. ശ്രദ്ധിക്കുക. ഒക്ടാഹെഡ്രണ് ശ്രദ്ധിക്കുക. ടെട്രാഹെഡ്രൺ അതിന് 4 കോർണേഴ്സ് ഉണ്ട്, 4 ഫേസസ് ഉണ്ട്. ശരിയല്ലേ? 4 ട്രയാങ്കുലർ ഫേസസ്, 4 കോർണേഴ്സ്. ഇനി